Hello, dear students. Hope you are doing great. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ്. നമുക്കറിയാം how to select a resourceful, a wonderful, a not what we call a friendly book on grammar. Okay. ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ഒരു ഗ്രാമർ ബുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് യു ആർ ഓൾ റെഡി ടു ലിസൺ ദ ക്ലാസ്. എനിവേ, സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പറയാറുണ്ട്, നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിന്റെ ശത്രുവായിരിക്കും നമ്മൾ എപ്പോഴും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ഐഫോൺ യൂസ് ചെയ്യാത്ത ആളുകൾ, അതിലെ ആപ്ലിക്കേഷൻസ് ഒക്കെ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐഫോണിനോടൊരു എതിർപ്പ് തോന്നാം ചിലപ്പോൾ. അതുപോലെ നമുക്ക് എന്ത് കാര്യമാണോ അറിയാത്തത് അതിനോട് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രിജുഡിസ് കാരണം, ഒരു മുൻവിധി കാരണം നമുക്ക് പലപ്പോഴും ഒരു ശത്രുതയോ ഒരു ആന്റി മനസ്ഥിതിയോ ഒക്കെ തോന്നാം. അപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും ഡെഫിനറ്റ്ലി ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് ഇംഗ്ലീഷ്? ഓക്കെ, ഇംഗ്ലീഷ് എന്താണ്? ഓക്കെ, നമുക്ക് വാട്ട് ഇസ് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വാല്യുബിൾ ആയ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്ലോബൽ ലാംഗ്വേജ്, അല്ലെ? ഗ്ലോബൽ ലാംഗ്വേജ്. ഇനി ഗ്ലോബൽ എന്ന വാക്കിന് നമുക്ക് വേറെ ഒരു വാക്ക് ഇക്വാലന്റ് ആയി കണ്ടെത്താൻ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. ഓക്കെ, ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അപ്പൊ ഈ യൂണിവേഴ്സൽ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് വളരെ നമ്മുടെ ലൈഫിന്റെ എൻഹാൻസ്മെന്റിനും നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ഉണ്ടാവാനും ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറാനും ഒക്കെ നമ്മളെ പര്യാപ്തമാക്കുന്ന കാര്യമാണ് ഇന്റർനാഷണൽ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. സോ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിനെ കുറിച്ച് സാധാരണ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി കൊടുക്കാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ, ഇറ്റ്സ് എ ലാംഗ്വേജ് വിച്ച് കണക്ട്സ് ദ വേൾഡ് എന്നാണ് പറയാം. ഇറ്റ്സ് എ ലാംഗ്വേജ് വിച്ച് കണക്ട്സ് ദ വേൾഡ്. ലോകത്തെ കണക്ട് ചെയ്യുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. സീ ദാറ്റ്, വാട്ട് എ വണ്ടർഫുൾ ഡെഫിനിഷൻ, അല്ലെ? ലോകത്തെ കണക്ട് ചെയ്യുന്ന ഭാഷയാണ് ഇംഗ്ലീഷ്. ലോകത്തെവിടെയും ഇംഗ്ലീഷ് അപൂർവമായിട്ട് കുറച്ചുപയോഗിക്കുന്ന രാഷ്ട്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള രാഷ്ട്രങ്ങളിൽ മുഴുവൻ ഇംഗ്ലീഷ് that is an accepted language. Okay, many people are loving this language because of its beauty. Okay, English language ന് അതിന്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്. ഓക്കെ, അതിന്റെ പ്രൊനൗൺസിയേഷനിൽ, അതിന്റെ കൺസ്ട്രക്ഷൻ ഓഫ് സെന്റൻസിൽ, അതിന്റെ ഫ്ലവറി വാട്ട് വി കോൾ ലാംഗ്വേജ്, ഇതൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ലോകത്തെ ഏറ്റവും അക്സെപ്റ്റബിൾ ആക്കുന്ന ലാംഗ്വേജ് ആണ്. ഇനി മാത്രമല്ല, ഇനി നമ്മൾ ലോകത്തുള്ള ബുക്സ് എടുത്ത് നോക്കിയാൽ 60% ഓഫ് ബുക്സ് ഇംഗ്ലീഷിലാണ്. ലോകത്തുള്ള അഡ്മിനിസ്ട്രേഷൻ, ട്രേഡ്, ഗവേണൻസ്, ഇതൊക്കെ ഇംഗ്ലീഷിലാണ് നടക്കുന്നത്. ട്രാൻസാക്ഷൻസ്, എവറിത്തിങ്. ഓക്കെ, സോ ഇംഗ്ലീഷ് ഇസ് എ മസ്റ്റ്. അത് നമ്മൾ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ഇല്ലാതെ ഒരു പുതിയ കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഓക്കെ, എനിവേ, അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് തിങ് നമുക്ക് പറയാനുള്ളത്, നമ്മൾ ജനങ്ങളുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ നമുക്കറിയാം ഓരോ ജനങ്ങൾക്കും അവരുടേതായ ഒരു കൾച്ചർ ഉണ്ടാവും, ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ലാംഗ്വേജ് വിച്ച് കണക്ട്സ് ദ വേൾഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? കണക്ടിങ് പീപ്പിൾ who have different geographical background, religious background, cultural background, okay, ethnic background, linguistic background, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു we should have what we call, we should be fluent in English. നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയിരിക്കണം. മാത്രമല്ല we should be fluent in some what we call special vocabulary. Okay, some special vocabs, ചില പ്രത്യേകമായ വൊക്കാബുലറിയും നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, എനിവേ, അപ്പൊ നമ്മൾ ഇംഗ്ലീഷിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും, ഓക്കെ, ഒരു ഭാഷ പഠിക്കുക, എന്തും നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനോട് നമുക്കൊരു പാഷൻ ഉണ്ടാവണം. ഓക്കെ, പാഷൻ, പാഷൻ, കമ്മിറ്റ്മെന്റ്, ഇന്റിമസി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ പേഴ്സണൽ റിലേഷൻസ് കീപ്പ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യം ഉണ്ടായാൽ
പേഴ്സണൽ റിലേഷൻഷിപ്പ് ഏറ്റവും ശക്തമായി നിൽക്കുന്നതാണ് പറയാം. ഫസ്റ്റ് വൺ ഇസ് പാഷൻ, സെക്കൻഡ് വൺ ഇസ് ഇന്റിമസി ആൻഡ് തേർഡ് വൺ ഇസ് കമ്മിറ്റ്മെന്റ്. ലാംഗ്വേജ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോക്കസ്. ഓക്കെ, ഫോക്കസ് ആണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ ആണ് ഒരു പാഷനേറ്റ് ലേണറായിട്ട് മാറുക എന്നുള്ളത്. ഓക്കെ, പിന്നെ തേർഡ് വൺ ഒരു പാഷനേറ്റ് വാട്ട് വി കോൾ ലിസണറായിട്ട് മാറുക. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വി ക്യാൻ ലേൺ എനി ലാംഗ്വേജ് ഇൻ ദിസ് വേൾഡ്. നമുക്ക് ഈ ലോകത്തിൽ ഏത് ഭാഷയും നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ദീസ് 3 കോമ്പണന്റ്സ് ഓഫ് ലേണിംഗ്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ ഈ ടെക്സ്റ്റിലേക്ക് വന്നാൽ നമുക്കറിയാം, നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ സൊസൈറ്റി അനലൈസ് ചെയ്ത് നോക്കൂ. ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എങ്ങനെയാണ് അവർ ലാംഗ്വേജ് പഠിച്ചത്? ദേ ലേൺഡ് ലാംഗ്വേജ് ഫ്രം ദെയർ സർക്കംസ്റ്റാൻസ്. അല്ലെ, അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ടാണ് അവര് ലാംഗ്വേജ് പഠിച്ചത്. അവർ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് അവർ കണ്ടുമുട്ടുന്ന ഇംഗ്ലീഷ് സ്പീക്കേഴ്സിൽ നിന്ന്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളിൽ നിന്ന് അത് കേട്ട് മനസ്സിലാക്കി ഏത് കോണ്ടെക്സ്റ്റിലാണ് ഒരു വാക്ക് ഉപയോഗിക്കുക എന്ന് കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ലാംഗ്വേജ് പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ലാംഗ്വേജ് ലേണിംഗ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എവിടെ നിന്നൊക്കെ ലാംഗ്വേജിനെ പഠിക്കാൻ പറ്റുമോ, എവിടെ നിന്നൊക്കെ ലാംഗ്വേജിനെ ഗ്രാബ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നമ്മൾ ക്രാം ചെയ്യാൻ പറ്റുമോ, അവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലാംഗ്വേജ് നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, എനിവേ, ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് വൺ, നമുക്കറിയാം ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു റീഡ് ലിറ്ററേച്ചർ. സാഹിത്യം വായിക്കുക എന്നുള്ളത് ആ ലാംഗ്വേജ് പഠിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. സാഹിത്യം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നോവൽസ്, ഡ്രാമ, ഫിക്ഷൻസ് ഓർ പോയട്രി. അത് മാത്രമല്ല, അതിനെക്കുറിച്ചുള്ള ഏറ്റവും ഫിക്ഷണൽ ആൻഡ് നോൺ ഫിക്ഷണൽ എല്ലാ കാര്യങ്ങളും. ഓക്കെ, സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരു മീനിങ് കംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ്നെസ് എന്നുള്ളതാണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന, നമുക്കൊരു വാട്ട് വി കോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ബുക്സ് വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് reading literature will help you to what we call help you to expand your perspective. Okay, so reading literature will help you to expand your perspective. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എക്സ്പാൻഡ് ചെയ്യാൻ ലിറ്ററേച്ചറിന്റെ വായന നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. So please read literature. Okay, please go through some very interesting books. Okay, anyway, അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വി ആർ നോട്ട് ലേണേഴ്സ്. നമ്മൾ വായന നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലിസണേഴ്സ് മാത്രമായിട്ട് ചുരുങ്ങും. അങ്ങനെ പാടില്ല. വായന നമ്മുടെ മുമ്പിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ടാസ്ക്, അതൊരു ഇമ്പോർട്ടന്റ് ടാസ്ക് ആണ്. കാരണം വായനയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ദാറ്റ് വി കൺ ഡിസ്ക്രൈബ്. നമുക്കൊരു ക്ലാസ്സിലൂടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇഫക്ട്, എന്താ പറയാ, ദ കോൺസിക്വൻസ് ഓഫ് റീഡിംഗ് എന്ന് പറയുന്നത്. വായനയുടെ അനന്തരഫലം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് സ്കില്ലുകൾ നമ്മൾ ആർജിച്ചെടുക്കും. വിൽ ബി എക്സ്ട്രാക്ടിങ് ലോട്ട് ഓഫ് സ്കിൽസ് ത്രൂ അവർ റീഡിംഗ്. ഓക്കെ, നമ്മൾ നമ്മുടെ വായനയിലൂടെ ഒരുപാട് സ്കില്ലുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ what we call don't keep books away from your life. Okay, don't keep words away from your life. Keep on reading. Okay, എപ്പോഴും വായിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ഏത് തരം ബുക്സ് വായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ടു സെലക്ട് a resourceful, a wonderful, what we call a knowledgeable book, okay, on grammar and language. ലാംഗ്വേജിനെ കുറിച്ചും ഗ്രാമറിനെ കുറിച്ചും ഏറ്റവും റിസോഴ്സ്ഫുൾ ആയ ഒരു ബുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന കാര്യമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ബുക്സ് വരാറുണ്ട്. ഇഫ് യു go to a library or if you go to a what we call a bookstall, you can see lot of books on language. നമ്മളൊരു ബുക്ക് സ്റ്റാൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുക്സ് നമുക്ക് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടത് വായിക്കാൻ കിട്ടും. ഓക്കെ, ബട്ട് അവിടെ ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് വിച്ച് ബുക്ക് ഐ ഷുഡ് റീഡ്, ഏത് പുസ്തകമാണ് ഞാൻ നിർബന്ധമായിട്ടും വായിക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ കോൺകർ ചെയ്യാം, അതിനെ നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ഹൗ ടു റെക്ടിഫൈ ദാറ്റ് മാറ്റർ ഓർ ദാറ്റ് ഇഷ്യൂ. ആ ഇഷ്യൂ നമുക്ക് റെക്ടിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ലാംഗ്വേജ്, ഒരു ഗ്രാമർ പഠിക്കുന്ന പുസ്തകം സെലക്ട് ചെയ്യുമ്പോൾ
ഇറ്റ് ഷുഡ് ബി എ കോംപ്രഹെൻസീവ് ബുക്ക്. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഒരു ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം എടുക്കുന്നു. പലപ്പോഴും ബുക്സ് നമ്മൾ നോക്കുമ്പോൾ ഇഡിയംസിന്റെ ഡിക്ഷണറി ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രേസിനെ കുറിച്ചുള്ള ബുക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കൊളോക്കേഷൻസിനെ കുറിച്ചുള്ള ബുക്സ് ഉണ്ടാവും, ഗ്രാമറിനെ കുറിച്ചുള്ള പുസ്തകം ഉണ്ടാവും, പ്രൊനൗൺസിയേഷനെ കുറിച്ചുള്ള ബുക്സ് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൽ എത്താൻ ചാൻസ് ഉണ്ട്. സോ ഫസ്റ്റ് തിങ്, നമ്മൾ ഇംഗ്ലീഷിനെ കുറിച്ച് ഏത് ഭാഷയെ കുറിച്ചും നമ്മൾ ബുക്ക് സെലക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ കോംപ്രിഹെൻസീവ് ബുക്ക്. അതൊരു കോംപ്രിഹെൻസീവ് ആയ ബുക്ക് ആയിരിക്കണം. എന്താണ് കോംപ്രിഹെൻസീവ് ബുക്ക് എന്ന് പറഞ്ഞാൽ? കോംപ്രിഹെൻസീവ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജിന്റെ ഏറ്റവും ഫണ്ടമെന്റലായ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു പോകുന്ന ഒരു പുസ്തകമായിരിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഒരുവിധം കാര്യങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ വൊക്കാബുലറി കവർ ചെയ്യണം, ഗ്രാമർ കവർ ചെയ്യണം, ഗ്രാമറിന്റെ വിവിധ ഡിവിഷൻസ് കവർ ചെയ്യണം, ഇഡിയംസ് കവർ ചെയ്യണം, ഫ്രേസ് കവർ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ പുതിയ വൊക്കാബുലറി ഉണ്ടാവണം, അതുപോലെ തന്നെ ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം, അതുപോലെ വാട്ട് വി കോൾ ഡിഫറെന്റ് യൂസേജുകൾ ഉണ്ടായിരിക്കണം, പുതിയ വൊക്കാബുലറി ഉണ്ടായിരിക്കണം. ഇതൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ട്രീ ഫോം ചെയ്യുന്നത്. സീ ദാറ്റ് അതിൽ വി കാൺ അവോയ്ഡ് ഗ്രാമർ, വി കാൺ അവോയ്ഡ് വൊക്കാബ്സ്, വി കാൺ അവോയ്ഡ് ഫ്രേസ്, വി കാൺ അവോയ്ഡ് ഇഡിയംസ്. ഓക്കെ, അപ്പൊ ഇതൊന്നും അവോയ്ഡ് ചെയ്തിട്ട് നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. So every components of English language should be there in that book. Okay, ആ പുസ്തകത്തിൽ എല്ലാ ലാംഗ്വേജ് കോമ്പണൻസും ഓർ വാട്ട് വി കോൾ വേർഡ് ക്ലാസും ഒക്കെ ഉണ്ടാകുന്ന ഒരു പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ലാംഗ്വേജ് ഏറ്റവും മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ എങ്ങനത്തെ ബുക്ക് സെലക്ട് ചെയ്യണം എന്നതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഏത് ടൈപ്പ് ഓഫ് ബുക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? വിച്ച് ടൈപ്പ് ഓഫ് ബുക്ക്? അത് നമ്മൾ അതിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഷുഡ് ബി എ കോംപ്രിഹെൻസീവ് ബുക്ക്. അതൊരു കോംപ്രിഹെൻസീവ് ബുക്ക് ആയിരിക്കണം. ഇനി സെക്കൻഡ് വൺ, ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബുക്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് എന്തൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു വാട്ട് വി കോൾ, നമ്മൾ താമസിക്കുന്ന ഒരു നാട് വളരെ ഉയരം കൂടിയ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാർ എടുക്കാൻ തീരുമാനിച്ചു. കാർ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കയറ്റിറക്കങ്ങളെ കീഴടക്കാൻ കഴിയുന്ന ഒരു നല്ല കാറാണ് നമ്മൾ എടുക്കേണ്ടത്. സീ ദാറ്റ് അപ്പോഴാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുള്ളൂ. അല്ലാതെ നമ്മളൊരു കാർ എടുത്താൽ, ഒരു പൊട്ട കാർ എടുത്താൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്രാമർ ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, എങ്ങനെ അതിനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ടുക്ക് ടു മച്ച് ടൈം. ഇപ്പൊ ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ് ടുക്ക് ടു മച്ച് ടൈം ടു ക്രാം ഈച്ച് ന്യൂ വേർഡ്. അല്ലെ, നമ്മുടെ ഉള്ളിലേക്ക് കുറെ വാക്കുകൾ നമ്മൾ ഒരുപാട് സമയം കൊണ്ട് പഠിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ടഫ് ടാസ്ക്. ഇറ്റ്സ് എ ഹിമാലയൻ ടാസ്ക്. അല്ലെ, അതൊരു ഹിമാലയൻ ടാസ്ക് ആണ് സത്യത്തിൽ. കാരണം ഒരുപാട് വാക്ക് സാധാരണ ലാംഗ്വേജ് പഠിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവരൊരു ഡിക്ഷണറി വാങ്ങും. ഡിക്ഷണറി ഉണ്ടാകണം. ഞാൻ അതുകൂടി പറയാം. ഓക്കെ, വാട്ട് ഇസ് ദ റിലവൻസി ഓഫ് ഡിക്ഷണറി എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ഡിക്ഷണറി ഇല്ലാതെയും ലാംഗ്വേജ് പഠിക്കാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഡിക്ഷണറി നമ്മുടെ റെഫറൻസിൽ ഏതായാലും ഉണ്ടായിരിക്കണം. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മുടെ ഒരു നോവൽ വായിക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ നോവൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു കോണ്ടെക്സ്റ്റ്, രണ്ടുപേര് തമ്മിൽ പരസ്പരം പ്രശ്നമുണ്ടാകുന്നു എന്നൊരു കോണ്ടെക്സ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ആ കോണ്ടെക്സ്റ്റ് എത്തിയ സമയത്ത് നമുക്കവിടെ വായിക്കാൻ പറ്റും, there is a clash between Ramu and Raju. There is a clash between Ramu and Raju. അപ്പൊ രാമുവും രാജുവും തമ്മിൽ പ്രശ്നത്തിലാണ് എന്ന് വായിച്ചു മനസ്സിലാക്കുന്ന ഒരാൾക്ക് ക്ലാഷ് എന്നുള്ള വാക്കിന്റെ മീനിങ് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന്, ആ സന്ദർഭത്തിൽ നിന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഗസ് വർക്ക്. അങ്ങനെ ഗസ് ചെയ്തിട്ട് ആ കാര്യം ശരിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഗുഡ് ലാംഗ്വേജ് ലേണേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഗസ് വർക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കോണ്ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, സോ യു ഷുഡ് അനലൈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ വേർഡ്, യു ഷുഡ് അനലൈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ വാട്ട് വി കോൾ കോണ്ടെക്സ്റ്റ് ഓഫ് ദ വേർഡ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിന്റെ കോണ്ടെക്സ്റ്റ് ഏതാണ്, ഏത് സന്ദർഭമാണ്, ആ വാക്കിനൊത്ത സന്ദർഭമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ലാംഗ്വേജ്, ഒരു വാക്ക് ഉപയോഗിക്കാൻ. ഓക്കെ, എനിവേ, ഇനി മറ്റൊന്ന്, ഡിക്ഷണറി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ടു ലേൺ ദ ജാർഗൺസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ജാർഗൺസ് എന്ന് പറഞ്ഞാൽ? ജാർഗൺസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം, നമ്മളൊരു വാട്ട് വി കോൾ, നമ്മളൊരു 10th കഴിഞ്ഞ്
നമ്മൾ വാട്ട് വി കോൾ നമ്മളൊരു എൻട്രൻസിന് പോവാണ്. ഓക്കെ, നമ്മൾ ഓർ വാട്ട് വി കോൾ നമ്മൾ +2 പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ പാരലി നമ്മൾ എൻട്രൻസ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അപ്പൊ ജോയിൻ ചെയ്തപ്പോൾ 10th വരെ നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇയർ, ഐസ്, വാട്ട് വി കോൾ ലിപ്സ്, ടങ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഇന്റേണൽ മെറ്റബോളിക് ആക്ടിവിറ്റി, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കാം. സീ ദാറ്റ്? ഓക്കെ, അതായത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദിസ് ഇസ് എ വെരി വാട്ട് വി കോൾ വെരി ഇൻട്രിക്കേറ്റ് സിസ്റ്റം, വെരി കോംപ്ലക്സ് സിസ്റ്റം. മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അതൊരു കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിന് ഓരോ പ്രത്യേകമായ പേരുകൾ ഉണ്ടാവും. അതിലെ ഓരോ ഘടകങ്ങൾക്കും വ്യത്യസ്തമായ സയന്റിഫിക് ടേംസ് ഉണ്ടാവും. സോ അത് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് എന്റെ ഒരു ഐഡിയ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിക്ഷണറി റെഫർ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഡിക്ഷണറി ക്യാൻ ഹെൽപ്പ് അസ് ടു ലേൺ സച്ച് ജാർഗൺസ് ആൻഡ് ന്യൂ വേർഡ്സ്, അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്നാൽ ചില ആളുകൾ ഡിക്ഷണറി വാങ്ങിയിട്ട് പുതിയ ഡിക്ഷണറി ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് അറിയാത്ത വേർഡ് വേറൊരു ബുക്കിലേക്ക് എഴുതിയിട്ട് അതിന്റെ മീനിങ് എഴുതി ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഹാബിറ്റ് ഓർ ഇറ്റ് ഇസ് നോട്ട് ആൻ ഇഫക്റ്റീവ് മെത്തേഡ് ടു ലേൺ ഇംഗ്ലീഷ്. ഒരു ഭാഷ പഠിക്കാൻ, ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ ഈ ഡിക്ഷണറിയിൽ നിന്ന് കോപ്പി ചെയ്ത് നമ്മൾ കുറെ വാക്ക് എഴുതി വെച്ചതുകൊണ്ട് നമുക്ക് ചിലപ്പോ അത്ര കൃത്യമായിട്ട് ഭാഷ പഠിക്കാൻ പറ്റിക്കൊള്ളാം എന്നില്ല. ഓക്കെ, എനിവേ, അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വാക്കുകൾ എത്താൻ പറ്റുന്ന ഈസി ലേണിംഗ് ഓർ ഫ്രൂട്ട്ഫുൾ ലേണിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണെങ്കിൽ ഇറ്റ് ഈസ് വെരി വാട്ട് വി കോൾ അക്സെപ്റ്റബിൾ. ഓക്കെ, അത് ഏറ്റവും അക്സെപ്റ്റബിൾ ആണ്. എനിവേ, സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് നമ്മൾ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ന്യൂ ദ മീനിങ് ഓഫ് ദ വേർഡ്സ്. നമുക്ക് വേർഡ്സിന്റെ മീനിങ് അറിയാം, ബട്ട് ഫെൽറ്റ് ഹെസിറ്റന്റ് ടു യൂസ് ദം. പക്ഷെ അത് യൂസ് ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ഒരുപാട് വാക്കറിയാം. ഡെഫിനറ്റ്ലി ഒരു UG ക്ലാസ്സിൽ എത്തുമ്പോൾ ഓർ വാട്ട് വി കോൾ ഫസ്റ്റ് ഇയർ BA ഓർ BSc BCom ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാക്ക് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ബിക്കോസ് ഓഫ് യുവർ വാട്ട് വി കോൾ 12 years ഓഫ് യുവർ സ്കൂളിംഗ്, 10 years ഓഫ് യുവർ സ്കൂളിംഗ് ആൻഡ് 2 years ഓഫ് യുവർ +2. നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുത്ത വാക്കുകളുടെ ഇഷ്ടം പോലെ മീനിങ്സ് അറിയുന്നുണ്ടാവും. ബട്ട് നമുക്കൊരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും. ഓക്കെ, വെദർ ഇറ്റ് ഇസ് റൈറ്റ് ഓർ റോങ്, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു വാട്ട് വി കോൾ അത്തരമൊരു ഫീലിംഗ് ഉണ്ടാവും. അത് ഇല്ലാതെയാക്കാനും കൂടി നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. തേർഡ് വൺ ഇസ് ദാറ്റ് വേർഡ്സ് സ്റ്റാർട്ടഡ് മിംഗ്ലിംഗ് അപ്പ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ലെഡ് ടു കൺഫ്യൂഷൻ. ഇനി മാത്രമല്ല, നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ കുറെ വേർഡ്സ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ കൺഫ്യൂഷനെ ബ്രേക്ക് ചെയ്യാൻ, ആ കൺഫ്യൂഷനെ ഇല്ലാതെയാക്കാൻ, ടു വൈപ്പ് ഔട്ട് ദ കൺഫ്യൂഷൻസ് ഫ്രം അവർ മൈൻഡ്, നമ്മുടെ മനസ്സിൽ നിന്ന് കൺഫ്യൂഷൻസിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ബുക്ക് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറേജിലേക്ക് പുതിയ വാക്കുകൾ ഇഫക്റ്റീവായി കൊണ്ടുവരാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന പുസ്തകമായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന വാക്ക് മീനിങ് നമുക്കറിയാം, ബട്ട് we will be in a what we call in a state of confusion to use the word. ഒരു വാക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷൻ നമ്മളിൽ നിന്ന് ഇല്ലാതെയാവണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ഒരുപാട് വാക്കുകൾ വരുന്നു. ഓക്കെ, ഒരുപാട് വാക്കുകൾ വരുന്നു, വാക്കുകളിനെ മിങ്കിൾ ചെയ്യുന്നു, ബട്ട് വി ഫെയിൽ ടു സെലക്ട് an apt word from our memory. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ആപ്റ്റ് വേർഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്നു. ഓക്കെ, ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്. ഇതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ പെയിൻഫുൾ ആയ കാര്യത്തെ ഒക്കെ പരിഹരിക്കാൻ നല്ല ബുക്സ് കൊണ്ട് നമുക്ക് സാധിക്കും. കൺസിസ്റ്റന്റ്, ഓക്കെ, പേഷ്യൻസ്, പെർസിസ്റ്റൻസ് ആൻഡ് പെർസ്യൂവറൻസ്. APJ അബ്ദുൽ കലാമിന്റെ ആ ഒരു സംസാരമുണ്ടല്ലോ, പേഷ്യൻസ്, പെർസിസ്റ്റൻസ് ആൻഡ് പെർസ്യൂവറൻസ്. ഏറ്റവും ക്ഷമ, കഠിനാധ്വാനം, സ്ഥിരോത്സാഹം, ഇത് 3ഉം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ വി ക്യാൻ കോൺകർ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. നമുക്ക് ഈ ലോകത്തെ എന്തും നമുക്ക് കീഴടക്കാൻ സാധിക്കും എന്നതാണ്. അപ്പോൾ വളരെ പേഷ്യൻസോട് കൂടിയിട്ട്, വളരെ ക്ഷമയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ഈ ലാംഗ്വേജ് സ്റ്റഡിയെ അപ്രോച്ച് ചെയ്യുക, നമ്മൾ വിജയിക്കും. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഇനി നമ്മളൊരു ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ പുസ്തകം നമുക്ക് ഇറ്റ് ഷുഡ് എൻറിച്ച് ആ വൊക്കാബുലറി. നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ പറ്റണം. ഓക്കെ, നമ്മുടെ വൊക്കാബുലറി, ഇംഗ്ലീഷ് ലേണേഴ്സായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമായിട്ട് ആ പുസ്തകം മാറണം. സീ ദാറ്റ്? ഓക്കെ, സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്.
ടു എൻറിച്ച് അവർ വൊക്കാബുലറി. നമ്മുടെ വൊക്കാബുലറി എന്ത് ചെയ്യണം? എൻറിച്ച് ചെയ്യുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാക്കുകളെ കൊണ്ട് അമ്മാനമാടെന്നൊക്കെ പറയുന്ന പോലെ വാക്കുകൾ ഒരു വാക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വാക്ക് നമ്മുടെ കയ്യിലേക്ക് മനസ്സിലേക്ക് വരുന്ന രൂപത്തിൽ ഒരു വാട്ട് വി കോൾ ബഞ്ച് ഓഫ് വേർഡ്സ്, ക്ലസ്റ്റർ ഓഫ് വേർഡ്സ്. ഓക്കെ, അങ്ങനെ വാക്കുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകണം. വി ഷുഡ് പ്ലേ വിത്ത് വൊക്കാബ്സ്. ഓക്കെ, വാക്കുകൾ കൊണ്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു പുസ്തകമായിരിക്കണം നമ്മൾ ഒരു ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത് എന്നതാണ്. ഓക്കെ, then fine. Then the last thing is that ഇനി ഇങ്ങനെ നമുക്കൊരു പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് ഐ എവർ യൂസ്ഡ് ആൻഡ് റെഡ്, ഞാൻ 2-3 വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, ദിസ് ഇസ് ദ ബുക്ക്. നിങ്ങൾക്ക് ഇതിന്റെ കവർ പേജൊക്കെ കാണുമ്പോൾ ഒരു കുറച്ച് what we call അത്ര ചാമിങ്, അത്ര അട്രാക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് ബുക്ക് ഫോർ അറൌണ്ട് 2 years. ഞാൻ 2-3 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ, ദിസ് ഇസ് അവർ ബുക്ക് ട്രാൻസാക്ഷൻസ്. സോ ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻസ് ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുട്ടികളും പഠിക്കുന്ന ഒരു പുസ്തകമാണ് ട്രാൻസാക്ഷൻസ് എന്നുള്ള ഈ പുസ്തകം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ കോംപ്രിഹെൻസീവ് ബുക്ക്. ഡെഫിനറ്റ്ലി ദിസ് എ കോംപ്രിഹെൻസീവ് ബുക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന, നമുക്കൊരു ഫണ്ടമെന്റൽ ടെക്സ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണിത്. ഓക്കെ, so this is our book. Okay, and the name of the book is Transactions. Okay, Transactions. See that essential English language skills, essential English language skills. Okay, and that is the book. Anyway, അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങാം. ഓക്കെ, ഇനി ഈ പുസ്തകം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി വേറെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം. നമുക്കറിയാം, ഒന്ന്, നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് യു നോ ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ ബുക്ക്, ഈ പുസ്തകത്തിന്റെ സ്റ്റാർട്ടിംഗ് പ്രൊനൗൺസിയേഷനെ കുറിച്ചാണ്. ഹൗ ടു പ്രൊനൗൺസ് എ വേർഡ്. നമുക്കറിയാം, ഒരു വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ ഇന്നും മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു മലയാളം ഇഫക്റ്റ് ഉണ്ട് നമ്മൾ ഓരോ വാക്കുകളിലും. ടോമസ്, ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ടോമസ് എന്നാണ് ഇംഗ്ലീഷുകാർ പറയാ, നോട്ട് തോമസ്. തോമസ് എന്ന് പറയാറില്ല ഇംഗ്ലീഷുകാർ. ഒരിക്കലും തോമസ് എന്ന് പറയാറ്, ഇത് സൗണ്ട് അവർ ഉപയോഗിക്കാറില്ല. അവര് തോമസ് എന്നാണ് പറയാ. ടൈം എന്ന് ഇംഗ്ലീഷുകാർ പറയാറില്ല. ഓക്കെ, ടൈം എന്നാണ് പറയാ. ടൈം. സീ ദാറ്റ് ടൈം ആൻഡ് ടൈം, സീ ദ ഡിഫറൻസ് ഓഫ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അവര് ലവ് എന്നാണ് പറയാ, ലവ് എന്ന് പറയാറില്ല. Love is coming from what we call our mother tongue interference. നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാതൃഭാഷയുടെ ഇന്റർഫിയറൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊനൗൺസിയേഷൻ വരുന്നത്, ലവ് എന്ന് വരുന്നത്. ഓക്കെ, അങ്ങനെയില്ല. ലവ്, ടൈം, തോമസ്. നമ്മളിന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് വാക്കുകൾ. ക്രിക്കറ്റ്, ഓക്കെ, ക്യാബേജ്, നോളജ്, കാരേജ്, പ്രിവിലേജ്. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ പ്രൊനൗൺസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ബിക്കോസ് നമ്മളെ പേര് മറ്റൊരാൾ നമുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ. സീ ദാറ്റ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വാട്ട് വി കോൾ ഒരു റൈവൽറി ഉണ്ടാവും. ഒരു ശത്രുത തോന്നുന്ന ഒരു കാര്യമാണ്, ഒരു ആന്റി ഫീലിംഗ് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേര് മറ്റൊരാള് വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ പറയാന്നുള്ളത്. സീ ദാറ്റ്. ഓക്കെ, അപ്പൊ എനിവേ, ഏറ്റവും മനോഹരമായ രീതിയിൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദ വേർഡ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോ ഈ ടെക്സ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പ്രൊനൗൺസിയേഷൻ ആണ്. അങ്ങനെ ഒരുപാട് ഗ്രാമർ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ടെക്സ്റ്റാണ് ഇത്. സീ ദാറ്റ് pronunciation is the first part, vocabulary is the second part, grammar is the third part, speaking skills and everyday transactions is the fourth part, and reading skills is the fifth part. Okay, fifth module. This text is divided. It is divided into 5 important modules. Okay, ഈ 5 important modules കവർ ചെയ്യുന്നതിലൂടെ ഉറപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എനിവേ, ഇനി നമ്മൾക്ക് ഇതിൽ തരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് കുറെ വൊക്കാബുലറി ടെസ്റ്റുകളുണ്ട്. ഓക്കെ, ഒരുപാട് നമുക്ക് ഒരു കോണ്ടെക്സ്റ്റിലേക്ക് പറ്റുന്ന ഫ്രേസ് ഏതാണ്, ഒരു കോണ്ടെക്സ്റ്റിലേക്ക് പറ്റുന്ന പ്രിപ്പോസിഷൻ ഏതാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ അറ്റ് എവിടെയാണ് യൂസ് ചെയ്യാം? അറ്റ്. ഓക്കെ, പ്രിപ്പോസിഷൻ. നമ്മൾ പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാകുന്ന സ്ഥലമാണ് അറ്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ സാധാരണ എല്ലാവരും എഴുതുമ്പോൾ വരുന്നൊരു തെറ്റാണ് ഓൺ. ഒരു ടൈം പറയുന്നതിന് മുന്നേ ഓൺ പറയും.
ഓൺ 10 PM. ഒരിക്കലും ഓൺ 10 PM എന്ന് പറയാറില്ല, അറ്റ് 10 PM എന്നാണ് പറയാ. സോ അങ്ങനെയുള്ള ദീസ് കൈൻഡ് ഓഫ് ടെക്നിക്കാലിറ്റീസ് ഓഫ് ലാംഗ്വേജിന് ഇത്തരം ചില ടെക്നിക്കുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു കാർ എടുത്തു നോക്കൂ. ഒരു കാറിന് ചിലപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന അതിന്റെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയ കാര്യങ്ങൾ മാത്രമാണ് ഒരു കാർ. അതല്ല, അതിന്റെ ഉള്ളിൽ ഒരു കോംപ്ലക്സ് സിസ്റ്റം ഉണ്ട്. ഒരു വെരി വാട്ട് വി കോൾ ഇൻട്രിക്കേറ്റ്, വെരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ആ കാർ ഏറ്റവും സ്പീഡിൽ പോകുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ ഉള്ളിലും ഒരു സിസ്റ്റം ഉണ്ട്. അതിനെ മനസ്സിലാക്കിയാൽ വി ക്യാൻ ഡ്രൈവ് ദ കാർ, ഓക്കെ, ഓർ വി ക്യാൻ ഡ്രൈവ് ദ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ ലാംഗ്വേജ് ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ പിന്നിലുള്ള ചില ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം അതും കൂടി ഇൻവോൾവ് ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. ഓക്കെ, എനിവേ, ഇനി വൊക്കാബുലറി ടെസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സീ ദാറ്റ് I often suggest students to write new words. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, പുതിയ വാക്കുകൾ എഴുതി വെക്കണം, പുതിയ വാക്കുകളിലൂടെ കടന്നു പോകണം. ബിക്കോസ് ആ പുതിയ വാക്കുകൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു നോവൽ ഫീലിംഗ്, ഒരു പുതിയ ഫീലിംഗ് ഉണ്ടാവുള്ളൂ. നമ്മളൊരു പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്. അതുപോലെ തന്നെയാണ് പുതിയ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഇനിയും ഇനിയും പഠിക്കണം, അത് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെടി അതിലൊരു പൂ വിരിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് നമ്മളൊരു ഗോൾ അടിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. നമ്മളൊരു യാത്ര പോയിട്ട് നമ്മൾ അതിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അതുപോലെയാണ് നമ്മളൊരു വാക്ക് പഠിച്ചിട്ട് ആ വാക്ക് ഉപയോഗിക്കുന്ന പെർഫെക്റ്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. അതും നമ്മുടെ ലൈഫിന് ഒരു ഹാപ്പിനെസ് ആണ് സത്യത്തിൽ. ഓക്കെ, എനിവേ, ഇനി മറ്റൊന്ന്, ഇനി നമുക്ക് വൊക്കാബുലറി ടെസ്റ്റിലൂടെ എന്തൊക്കെ പഠിക്കാം എന്നുള്ളതാണ്. നമ്മൾ ത്രൂ ഔട്ട് അവർ ക്ലാസ് നമ്മൾ ഇഷ്ടം പോലെ വൊക്കാബുലറി ടെസ്റ്റുകൾ നടത്തും, ഒരുപാട് വൊക്കാബുലറി ടെസ്റ്റുകൾ ചെയ്യും. ഇറ്റ് ഈസ് ദ എയിം ഓഫ് ദ വൊക്കാബുലറി ടെസ്റ്റ് ഇസ് ടു ഇംപ്രൂവ് അവർ, നോട്ട് യൂസ് അവർ vocabs, to enrich our vocabulary, പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക, പുതിയ പുതിയ യൂസേജുകൾ പഠിക്കുക, ആൻഡ് ടു മേക്ക് അവർ ലാംഗ്വേജ് ഫ്ലവറി, നമ്മുടെ ലാംഗ്വേജ് ഫ്ലവറി ആക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം വൊക്കാബുലറി ടെസ്റ്റിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും. ഒന്നാമത്തെ കാര്യം, ഇറ്റ് ലെറ്റ്സ് യു നോ വിച്ച് ടൈപ്പ് ഓഫ് വേർഡ്സ് യു ആർ പ്രോൺ ടു ഫൊഗെറ്റ്. ഓക്കെ, ഏത് വാക്കാണ് നമ്മൾ പലപ്പോഴും നമുക്ക് കിട്ടാത്തത്, നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന വാക്ക് ഏതാണ്. നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ആ വാക്ക് നമ്മൾ പറയുന്ന നാവിന്റെ തുമ്പിലുണ്ട് സർ, ബട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണത്. സോ അതിനെ പരിഹരിക്കാനാണ് നമ്മൾ വൊക്കാബുലറി ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഇറ്റ് ഗിവ്സ് യു എ ചാൻസ് ടു റിവൈസ് ഓൾ വേർഡ്സ്. അല്ലെ, നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് കവർ ചെയ്യുന്ന പോകുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഓരോ വാട്ട് വി കോൾ പേജിലും നിങ്ങൾക്ക് പുതിയ വാക്കുകൾ ഉണ്ടാവും, പുതിയ ഫ്രേസ് ഉണ്ടാവും, പുതിയ ഇഡിയംസ് ഉണ്ടാവും, പുതിയ ലാംഗ്വേജ് യൂസുകൾ ഉണ്ടാവും. സീ ദാറ്റ്. ഓക്കെ, പിന്നെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കവർ ചെയ്ത് പോകും എന്നുള്ളതാണ് ഈ ടെക്സ്റ്റിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഇസ് ദാറ്റ് ഇറ്റ് ഫോഴ്സസ് യുവർ ബ്രെയിൻ ടു ഗ്യാദർ ആൻഡ് റീകോൾ ദ പ്രീവിയസ്ലി അക്വയർഡ് ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 12th വരെ പഠിച്ചിട്ട് നമ്മൾ ഒരുപാട് വാക്കും ഫ്രേസും ഒക്കെ പഠിച്ചു, പക്ഷേ അത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഒരു പെയിൻഫുൾ ആയ കാര്യമാണത്. നമ്മൾ പഠിച്ചൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ ഇമ്പോസിഷൻ എഴുതിയ കാര്യം, നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വാക്ക്, അത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇറ്റ് ഈസ് സംതിങ് വെരി പെയിൻഫുൾ. ഓക്കെ, അത് പരിഹരിക്കാൻ കൂടിയാണ്. നമ്മൾ റീകോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു വാക്ക് മിസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കതിനെ എന്താ പറയാ, ടേക്കിംഗ് ഫ്രം അവർ മെമ്മറി, നമ്മുടെ മെമ്മറിയിൽ നിന്ന് അതിനെ പെട്ടെന്ന് എടുത്തത് യൂസ് ചെയ്യാം. ഓക്കെ, ഭയങ്കര രസമാണ് ഈ ലാംഗ്വേജ് ലേണിംഗ്. നമ്മൾ പുറത്തുനിന്ന് പഠിക്കുന്നു, നേരെ നമ്മുടെ ഉള്ളിലേക്ക് അത് കൊണ്ടുപോകുന്നു, മെമ്മറൈസ് ചെയ്യുന്നു, പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ റീകോൾ ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു. സീ ദാറ്റ് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് and it is a very beautiful method to enhance our memory, to enhance our imagination, to enhance our interpersonal skills, to enhance our managerial skills. ഈ നമ്മുടെ ലാംഗ്വേജ് പഠിക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്യും. ഇന്റർപേഴ്സണൽ സ്കിൽസും മാനേജറിയൽ സ്കിൽസും സ്പീക്കിംഗ് സ്കിൽസും ലിസണിംഗ് സ്കിൽസും അതുപോലെ റൈറ്റിംഗ് സ്കില്ലും എല്ലാ സ്കിൽസും നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then the fourth one is that it does not matter how you do in the test, it doesn't count. Okay, nobody is going to ask your score. Its purpose is just to force you
ടു റീകോൾ ഓൾ വേർഡ്സ്. ഈ വാക്കുകളൊക്കെ എങ്ങനെ, ആരും ഈ വൊക്കാബുലറി ടെസ്റ്റിലൂടെ നീ എത്ര പഠിച്ചു എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ യുവർ എബിലിറ്റി ടു റീകോൾ വേർഡ്സ്, വാക്കുകളെ എങ്ങനെ കണ്ടെത്താം, അതിനെ എങ്ങനെ കറക്റ്റ് പെർഫെക്റ്റ് പ്ലേസിൽ എങ്ങനെ പ്ലേസ് ചെയ്യാം, അത് ആ റീകോളിംഗ് പ്രോസസ് എത്ര സ്പീഡായിട്ട് നടത്താം, ഇതൊക്കെയാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so I think this is an introductory class on the book Transactions. ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് ആണ് ഇപ്പൊ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ ഗോ ത്രൂ ദ ടെക്സ്റ്റ്. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് ടെക്സ്റ്റ് കൈക്കലാക്കുക. എനിവേ, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ബുക്സ് വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ലാംഗ്വേജ് ബുക്സ് വാങ്ങിയാൽ നമുക്കതൊരിക്കലും നഷ്ടമല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഒരു ബുക്ക് വാങ്ങാം, അത് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു നല്ല നോട്ട് എടുക്കുക, അതിൽ നിങ്ങളുടെ നോട്ട്സ് എഴുതിക്കൊണ്ടേയിരിക്കുക. ആൻഡ് ബി ഗുഡ് ലാംഗ്വേജ് ലേണർ ത്രൂ ഔട്ട് യുവർ ലൈഫ്. ജീവിതത്തിൽ മുഴുവൻ ഒരു നല്ല ലാംഗ്വേജ് ലേണറായിട്ട് മാറാൻ വേണ്ടി പരിശ്രമിക്കുക. ഡോണ്ട് സ്റ്റോപ്പ് ലേണിംഗ് ലാംഗ്വേജ്. ഓക്കെ, മറ്റെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, ലാംഗ്വേജും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. polishing our sentences. Okay, what we call making our language flowery, making our language attractive. Okay, അങ്ങനെ നമ്മൾ ലാംഗ്വേജ് നേടുന്നതോട് കൂടിയിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത, നമുക്ക് നമ്മുടെ കോ വർക്കേഴ്സിനുമായി, നമ്മുടെ കൊളീഗ്സിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പെട്ടെന്ന് റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ മാത്രമല്ല ലാംഗ്വേജ് അറിയുന്ന ആൾക്കാണ് ഏറ്റവും കോൺഫിഡന്റ് ആയി നിൽക്കാൻ പറ്റുക. ലാംഗ്വേജ് ഇസ്, ഐ തിങ്ക് ഇറ്റ് ഇസ് എ പ്രൈമറി സോഴ്സ് ഓഫ് കോൺഫിഡൻസ്. കോൺഫിഡൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. സോ ലേൺ ലാംഗ്വേജ്. ഓക്കെ, ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ലവ് ചെയ്യാം, ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ധാരാളമായിട്ട് ഇഷ്ടപ്പെടുക. എന്തൊക്കെ വാക്ക് പഠിക്കാൻ പറ്റുമോ ആ വാക്കുകളൊക്കെ പഠിക്കുക. ബി ഗുഡ് ലിസണേഴ്സ്, ബി ഗുഡ് സ്പീക്കേഴ്സ്, ബി ഗുഡ് റൈറ്റേഴ്സ്. ഓക്കെ, ഈ ഇത്തരം സ്കില്ലുകളൊക്കെ നമ്മൾ വളർത്തിയെടുക്കുക. മാത്രമല്ല ഇങ്ങനെയൊക്കെ ഈ ബുക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഡെഫിനറ്റ്ലി യു വിൽ കം അക്രോസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ന്യൂ വേർഡ്സ് ആൻഡ് യൂസേജസ്. നിങ്ങൾ പുതിയ വാക്കുകളും പുതിയ യൂസേജുകളും നിങ്ങൾ കണ്ടുമുട്ടും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചെടുക്കുക. ഓക്കെ, യൂസ് ഇറ്റ് in your daily conversations, what we call in your daily interactions and communications, in your communication. ഓരോ ദിവസത്തെ കമ്മ്യൂണിക്കേഷനിലും ഇന്ററാക്ഷനിലും അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുക. ആൻഡ് ബി ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഓക്കെ, ഈ ടെക്സ്റ്റിനെ കോൺകർ ചെയ്യുന്ന ആൾക്ക് ഡെഫിനറ്റ്ലി I ensure you that you will become a very good communicator in English. ഈ ടെക്സ്റ്റ് പഠിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഒരു നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. സോ ഓക്കെ, so wish you good luck. And again I request you to buy this book and open a beautiful window to the world of words, to the world of literature and to the world of language. Okay, see you, bye.